കാണുന്നുണ്ടെങ്കിൽ രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഒരു കണ്ടന്റ് സഫേജ് ഇതിന് ശേഷം ഒരു കല്യാണം എന്നുള്ള രീതിയിലേക്കൊക്കെ ചിന്തിക്കാറുണ്ടായിരുന്നു. അത് മുടങ്ങാറുണ്ട്. മീൻസ് മനസ്സോട് തന്നെ മുടക്കും. പിന്നെ നമ്മളൊക്കെ മനുഷ്യരാണ്. ആരും എന്താ പറയാ ചിന്തിക്കുമല്ലോ. കാരണം അങ്ങനെയും കുറെ വിവാദം രേണുസുതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു, മുസ്ലിം യുവാവാണ്, തട്ടമിട്ട് പാട്ടും വെച്ചിട്ട് നടക്കുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ രേണുസുതി ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ആരോടും ഒരു ആത്മാർത്ഥതയും ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ സുധി എന്ന് പറയുന്ന വ്യക്തിയെ സോഷ്യൽ മീഡിയയിൽ ഇത്രയും വലിച്ചിട്ട് ഇതാക്കി കൊടുക്കത്തില്ല. ഇതിനിടയിൽ ഒരാൾ പറയുന്ന കേട്ടു, സുധി എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫെയിം ആയത് മരിച്ചു കഴിഞ്ഞിട്ടാണ്. അതിപ്പോ നെഗറ്റീവ് ആയിട്ടാണേലും പോസിറ്റീവ് ആയിട്ടാണേലും അങ്ങനെ ഒരു റീച്ച് ഉണ്ടാക്കി കൊടുത്തത് രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയാണ്. നിങ്ങൾ വേറെ കല്യാണം കഴിക്കരുതെന്നോ അല്ലെങ്കിൽ വേറൊരു ജീവിതത്തിലോട്ട് പോവരുതെന്നോ ആരും പറയുന്നില്ല. പക്ഷേ അവിടെയും രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയെ ഒരു കച്ചവട വസ്തുവായിട്ട് കാണരുത്. ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാരെ ഇപ്പം ഇല്ലാത്ത ആൾക്കാരുണ്ട്, മിണ്ടുന്ന ആൾക്കാരുണ്ട്, ഇപ്പോഴും കോൺടാക്റ്റിലുള്ള ആൾക്കാരുണ്ട്. അപ്പം ഇതിനകത്ത് ആരെങ്കിലും ഹെൽപ്പായിട്ട് വന്നിട്ടുണ്ടല്ലോ? ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, അതല്ലാതെ ഹെൽപ്പായിട്ട് ആരെങ്കിലും? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഹെൽപ്പ് തന്നോ തരാത്തോ ഒന്നും അല്ലടാ. എന്നെ ഒന്ന് കണ്ടല്ലോ, ആരുവാണേലും ആദിലാനൂറ വന്നെ കണ്ടു. എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷം. അതുപോലെ എന്നോട് പറഞ്ഞു ഇതേപോലെ എന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞു. ചെറിയ ചെറിയ എനിക്ക് വലുത് തന്നെയാണ്. അതുപോലെ പിന്നെ ബിഗ് ബോസിലെ വേറെ ആരും എന്നെ വന്ന് കണ്ടു. ലാലേട്ടൻ അങ്ങനെ എന്തെങ്കിലും വിളിച്ചോ? ലാലേട്ടൻ അതും രേണുസുധീനെ അങ്ങനെ വിളിക്കാനാണെങ്കിൽ ബിഗ് ബോസിൽ കയറി കഴിഞ്ഞിട്ടുള്ള എല്ലാരും വിളിക്കേണ്ടി വരത്തില്ലേ? അവർക്കൊക്കെ വേറെ പണിയുണ്ട്. ഹേ, പിന്നീട് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് പുതിയത് വരുമല്ലോ, അതിന്റെ തിരക്കായോണ്ടായിരിക്കും പിന്നെ ഒരു കോൾ വന്നു. എന്നെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു, എന്റെ ചേച്ചി സംസാരിച്ചിരുന്നു എങ്ങനെയാണ് കാര്യങ്ങൾ സാമ്പത്തികം. അങ്ങനെ ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞു. ആരും വിളിച്ചില്ല, ആരും വന്നു. ഞാനും ബിഗ് ബോസിന്റെ ഭാഗമല്ലായിരുന്നു. പിന്നെ ആരും വിളിച്ചില്ല, എനിക്കറിയില്ല, വിളിച്ചില്ല. പിന്നെ തിരക്കൊന്നുമില്ല. എനിക്ക് തോന്നി പുതിയ ബിഗ് ബോസിന്റെ തിരക്കുണ്ടായിരിക്കും. അങ്ങനെ സമാധാനിക്കുക, അല്ലാണ്ട് വേറെ വഴിയില്ല. അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളും തിരക്കുകളും കാണുമായിരിക്കും, ചിലപ്പോ ആയിരിക്കും. ആക്സിഡന്റിൽ പെട്ടിട്ടുള്ള ഒരാളായിരുന്നു ബിനുവാട്ടിമാരി. തിരിച്ചേട്ടനൊക്കെ പിന്നീട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരാരും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. വിളിച്ചിരുന്നു വരാൻ. ഞാൻ പറഞ്ഞില്ലേ, തുടക്ക സമയത്ത് എല്ലാവരും വരാൻ വരാൻ, പക്ഷെ ആരും കണ്ടു. ആരെയും കണ്ടിട്ടില്ല. കാരണം എന്താണെന്നറിയോ രേണുസുധി? നിങ്ങളുടെ സ്വഭാവം ഒന്നുകൊണ്ടാണ് ആൾക്കാർക്ക് വരാനുള്ള മടി. കാരണം ഇന്ന് സഹായിച്ചവരെ നാളെ നിങ്ങൾ കുറ്റം പറയും. അതാണ് നിങ്ങളുടെ ഒരു ചരിത്രം. ആരൊക്കെ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടോ അവരൊക്കെ നിങ്ങൾ കുറ്റവും പറഞ്ഞിട്ടുണ്ട്, തെറിയും വിളിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോ ആൾക്കാരെങ്ങനെ വരും? പിന്നെ വരാത്ത ആൾക്കാർ വരുന്നില്ല എന്നുള്ളത് നിങ്ങളിങ്ങനെ ഇന്റർവ്യൂലാണേലും ബാക്കിയുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ അതിലാണേലും പറയണ്ട. അവർക്ക് താല്പര്യം ഉണ്ടാവത്തില്ല. ഉണ്ടെങ്കിൽ അവർ വരേണ്ട സമയം കഴിഞ്ഞു. അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മതി. താല്പര്യമില്ലാത്ത ആൾക്കാരെ കാണണ്ട, പ്രശ്നം തീർന്നില്ലേ? ഇതിപ്പോ സഹായിച്ചാലും പ്രശ്നം, സഹായിച്ചില്ലേലും പ്രശ്നം, വന്നാലും പ്രശ്നം, വന്നില്ലേലും പ്രശ്നം എന്നൊരു രീതിയിലാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. അതുപോലെ ഈ ഒരു സമയത്ത് ആൾക്കാർ വരാതിരിക്കട്ടെ, കാരണം ഇൻഫെക്ഷൻ വരും. ആ ബോധം നിങ്ങൾക്കുണ്ടോ? ആരും വിളിച്ചില്ലെന്നല്ല, വിളിച്ചിട്ടുണ്ട് എന്നെ. ശ്രീവിദ്യ മുല്ലശ്ശേരി, ടോമിച്ചേട്ടൻ, ബിനിച്ചേട്ടൻ, ആനീസനെ വിളിച്ചെനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. പക്ഷെ വിളിച്ചില്ലെന്നല്ല, പക്ഷെ ആരും വന്നില്ല. ചേച്ചിയോട് എന്തെങ്കിലും എതിർപ്പാണ്? എനിക്കറിയില്ല, എന്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല അവരോട്. ആരും വന്നില്ല. നിങ്ങളുടെ പ്രവൃത്തി തന്നെ ആയിരിക്കാം വരാത്തതിന്റെ കാരണം. കാരണം നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികളൊന്നും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. സബ്സ്ക്രിപ്ഷൻ, അതിന്റെ പിറകെ വിവാദങ്ങൾ ഉണ്ടാക്കുക, സുധിയുടെ പേര് എല്ലായിടത്തും വലിച്ചഴയ്ക്കുക, ഇതൊന്നും ഉൾക്കൊള്ളാൻ അവർക്കും പറ്റുന്നുണ്ടാവത്തില്ല. അന്ന് ഞങ്ങൾ ചേച്ചിയുടെ മരിച്ച സമയത്ത് ആ ചാനലിന് വേണ്ടി ഞങ്ങൾ ചിലപ്പോൾ ഒരു പ്രോഗ്രാം ഒരിക്കലും അനാഥരാകത്തില്ല എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞവര് പോലും ഈ അവസ്ഥയിൽ, അതായത് ചേച്ചി ആരുടെ ആ പറഞ്ഞവരെ പോലും സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്ത മുതലാണ് ഈ ഇരുന്നിട്ട് കംപ്ലൈന്റ് പറയുന്നത്. ആവശ്യപ്പെടുന്നില്ല. വന്ന് കാണാൻ പോലും അവര് കൂട്ടാക്കിയിട്ടില്ല. ആരും വിളിച്ചില്ല. വിളിച്ച് ആരും വന്നില്ല. വിളിച്ചാണ്ട് വൈഫ് പറഞ്ഞു വരാന്ന് പറഞ്ഞു. പക്ഷെ സിറ്റുവേഷൻ എല്ലാവർക്കും ഓരോ സിറ്റുവേഷൻ. ബിഗ് ബോസിലെ എല്ലാരും വിളിക്കാറുണ്ടായിരുന്നു അന്ന്. ആ സമയത്ത് എല്ലാവരെയും വിളിക്കാത്തതിലും സങ്കടം. അയ്യോ, അതേതാ വലിയൊരു മത്സരം, ഒരുപാട് തിരക്കുകളും. അങ്ങനെ അദ്ദേഹത്തെ ഒരിക്കലും ഞാൻ പറയില്ല. ആ ബിഗ് ബോസിൽ ഞാൻ കയറി അദ്ദേഹത്തെ കാണാൻ പറ്റി. എന്നെ രേണുസുധീന്ന് വിളിച്ചതിന് എന്റെ ഭാഗ്യമായിട്ട് തരുന്നത്. എന്റെ മരണം വരെ അതെന്റെ ഭാഗ്യമാണ്. അതേപോലെ എന്നെ രേണുസുധീന്ന് പേര് അതിൽ കൂടുതലൊന്നും ഇല്ലാതെ
മാന്യമായിട്ടുള്ള ഉത്തരം. അത്രേ പറയാനുള്ളൂ. ഞാൻ പക്ഷെ ഇതില് ലാലേട്ടനും കൂടെ വലിച്ചിടുന്നുള്ളത്. പിന്നെ സാധ്യ നവോദയത്തേനും വൈഫ് വന്നിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ബിഗ് ബോസ് ഉണ്ടായിരുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ അല്ല സഹോദരനായിരുന്നു. അതാണ് ഞാൻ ബിഗ് ബോസിന്റെ ആയിട്ട് പറയുന്നത്. ടീച്ചറിന്റെ ആ ഒരു ബന്ധത്തിന് ആദ്യം വന്ന് കണ്ടത്. പിന്നെ ദിയാസനെ അത് ഹോസ്റ്റലിൽ വന്ന് കണ്ടായിരുന്നു. പിന്നെ അല്ലാണ്ട് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പേരെ വന്നിട്ടുണ്ട്. ഇനി വല്ലതും മറന്നു പോയെന്ന് എനിക്കറിയില്ല. ഈ ശ്രീകണ്ഠൻ സാറുമായിട്ട് എന്തെങ്കിലും കോണ്ടാക്ട് ഞാൻ ആരുമായിട്ട് കോണ്ടാക്ട് ഇപ്പോഴായിട്ട് അതാ പറഞ്ഞ അതാ അന്ന് ഞങ്ങൾ ഒരിക്കലും അനാഥരാക്കത്തില്ലെന്ന് പറഞ്ഞു. നമ്മളിപ്പോ കാര്യം കുറ്റപ്പെടുത്തുമല്ല, പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ലാന്ന്. ആ ബെസ്റ്റ്. എന്നാ പിന്നെ ഇവിടെ ഇതൊക്കെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ജസ്റ്റ് പറഞ്ഞതാണ് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുണ്ട് ഹേ? പരാതി എങ്ങനെയും മരുന്ന് മേടിക്കാനുള്ള സാമ്പത്തികം ഉണ്ടാക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയുള്ളൂ. എങ്ങനെയും മരുന്ന് മേടിക്കണം, ഇവ രക്ഷിക്കണം, തിരിച്ചു വരണം, രജനി വർക്ക് ചെയ്യണം, ആരെയും ബുദ്ധിമുട്ടിക്കാതെ അതേപോലെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം, കുട്ടിയായിട്ട് ജീവിക്കണം എന്നൊരു ചിത്രപ്പ് കണ്ടിട്ടുണ്ടാവും മനസ്സിൽ. പൈസയുടെ കാര്യങ്ങളൊന്നും ഇതെല്ലാം ബ്ലാങ്കാണ്. ചെറിയ എന്റെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതേയുള്ള ആകെയാണ്. അത് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. അതായത് വയ്യാതിരിക്കുന്നതുകൊണ്ട് വീഡിയോസും കുറവാണ്. രോഗമൊക്കെ ഭേദമാവണം, വർക്കിലേക്ക് തിരിയണം. അപ്പൊ നിങ്ങൾ പറഞ്ഞ വേറൊരു കാര്യം ഉണ്ടല്ലോ, അസുഖമൊക്കെ ഭേദമായി കഴിഞ്ഞ് സുവിശേഷം പാടാൻ പോകുന്നോ, ദൈവത്തിന്റെ വഴി സ്വീകരിക്കുന്നോന്നൊക്കെ. ഇപ്പൊ അങ്ങനെയായോ? ഇപ്പൊ ഇൻ കേസ് കിച്ചു ബിഗ് ബോസിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഒരു കണ്ടന്റ് ആവാൻ സാധ്യത ആയിരിക്കും. തീർച്ചയായിട്ടും ഞാൻ പോയത് കൊണ്ട് എനിക്കറിയാലോ, ഇവിടെ ഉള്ളതല്ല അവിടെ ഇട്ട് ഉറപ്പായിട്ടും രേണു സുധി ആയിരിക്കും കിച്ചുവിനുള്ള കണ്ടന്റ്. എനിക്ക് തോന്നുന്നില്ല. അവൻ ചിലപ്പോ മൈൻഡ് പോലും ചെയ്യാൻ സാധ്യതയില്ല ഈ ഒരു വ്യക്തിനെ. ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ കൂട്ടത്തിൽ പോലും ഈ ഒരു വ്യക്തിയുടെ പേരോ ഡീറ്റെയിലോ പറയാനുള്ള ചാൻസ് പോലും ഞാൻ കാണുന്നില്ല. എതിരായിട്ട് ഒരുപാട് പേര് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാണല്ലോ ഗെയിം എന്ന് പറഞ്ഞാൽ. ഇതെന്ന് പറഞ്ഞാൽ അതാ ഉദ്ദേശിച്ചത്. ഗെയിം എല്ലാവരും അവിടെ പോകുന്ന എന്തിനാണ് വിൻ ചെയ്യണമെന്നുള്ള ആഗ്രഹം. അപ്പം ഗെയിമിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കിച്ചോനോട് ഒരു കണ്ടന്റ് ആയിരിക്കും രേണു സുധി എന്ന് പറയുന്നത്. അവിടെ ഒരു വിക്ടിം കാർഡ് വരാൻ ചാൻസ്. വിക്ടിം കാർഡ് ഒരു എന്താ ഒരു ഇരയാക്കപ്പെടുക ഉറപ്പല്ലേ? പ്രഡിക്ഷൻ ലിസ്റ്റിൽ കിച്ചു വന്നു എന്ന് കരുതിയിട്ട് ബിഗ് ബോസിൽ കിച്ചു വരണം എന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? എനിക്കറിയത്തില്ല, എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്നുള്ളത്. ശരി, എന്നാ വേറൊന്നും പറയാനില്ല. കിച്ചു എങ്ങാനും ബിഗ് ബോസിൽ ഉണ്ടെങ്കിൽ രേണുസുധിക്ക് ചിലപ്പോൾ അത് ചാകരയായിരിക്കും. കാരണം അകത്തിരിക്കുന്ന കിച്ചുവിനെ വിമർശിക്കാൻ പുറത്തിരിക്കുന്ന രേണുസുധി കൊള്ളാല്ലേ. ശരി, എന്നാ ടാറ്റ.